പിന്നെ വെള്ളാപ്പള്ളി നടേശനേക്കാളും വലിയ വർഗീയത പറഞ്ഞ ആളുകൾ ലീഗുമായിട്ട് ഇപ്പോൾ സഹകരിച്ച് നിൽക്കുന്നുണ്ടല്ലോ. സന്ദീപ് വാര്യരെ പോലെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഒരു RSSൻ്റെയോ BJPയുടെയോ നേതാവ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? മുസ്ലിങ്ങളുടെ കഴുത്തിൽ ടയറിട്ടിട്ട് കത്തിച്ച് അവരെ പാകിസ്ഥാനിലേക്ക് ഓടിക്കണം എന്നാണ്. അത് BJPയുടെ നയമായിട്ട് പോലും ഞാൻ കാണുന്നില്ല. RSSകാരും അങ്ങനെ ഇതുവരെ പറഞ്ഞതായിട്ട് കേൾവിയില്ല. ഒരു പാർട്ടിയിലാണെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആശയങ്ങളാണത്. അപ്പം ഇങ്ങനെ ഇത്രമാത്രം മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകളെ അവരുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് പാകിസ്ഥാനിലേക്ക് ഓടിക്കണം എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെ ലീഗ് ഇപ്പോൾ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. അതിന് യാതൊരു പ്രശ്നവുമില്ല. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം വർഗീയവാദി. ലീഗിനെ വിമർശിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ മതത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ലീഗിനെ വിമർശിച്ചാൽ ദീനിനെ വിമർശിച്ചു, മതത്തെ വിമർശിച്ചു എന്നാണ് ലീഗ് നേതാക്കളുടെ പക്ഷം. അതാണല്ലോ പറയുന്നത്, ലീഗിൽ നിന്നകന്നാൽ ദീനിൽ നിന്നകന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയല്ലോ. നിങ്ങൾ ലീഗിൽ നിന്ന് പോയാൽ ദീനിൻ്റെ പരിസരത്ത് നിന്നാണ്, എന്ന് വെച്ചാൽ മതപരിസരത്ത് നിന്നാണ്, ഇസ്ലാമിൻ്റെ പരിസരത്ത് നിന്നാണ് നിങ്ങൾ പോകുന്നത് എന്നാണ്. ആ നിലക്കുള്ള വലിയ വിമർശനങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കുണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്നാണല്ലോ പറയുന്നത്. 90 വയസ്സായിട്ടുള്ള വെള്ളാപ്പള്ളിയെ ഏത് മനുഷ്യൻ പോകുമ്പോഴും കാറ് കയറ്റും. അയാൾ അങ്ങോട്ട് നടന്നു വരട്ടെ എന്ന് തീരുമാനിച്ച് മുഖ്യമന്ത്രി പോയാൽ മുഖ്യമന്ത്രിയോളം മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഒരാൾ ആരാണ് എന്നായിരിക്കും പിന്നീട് ചോദിക്കുക. ഇങ്ങനെ 90 വയസ്സായിട്ടുള്ള ഒരാളെ നടത്തിച്ച് മുഖ്യമന്ത്രി വലിയ പത്രാസിൽ കാറിൽ കയറി പോയി. രമേശ് ചെന്നിത്തലയോട് ചോദിച്ചല്ലോ, നിങ്ങൾ അദ്ദേഹത്തെ കാറിൽ കയറ്റുമെന്ന്. എന്താ പറഞ്ഞത്? കയറ്റുമെന്നാണ് പറഞ്ഞത്, കയറ്റില്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒരു മനുഷ്യന് പറയാൻ പറ്റൂ? നമ്മളുടെ വലിയ കൊടിയ ശത്രുവാണെന്ന് വിചാരിക്കുക. 90 വയസ്സായ ഒരാൾ, അയാളെ കണ്ടാൽ നമ്മൾ കാറ് നിർത്തി കാറിൽ കയറ്റിയാൽ നമ്മളുടെ ഔന്നിത്യമാണ് അതിലൂടെ ഉയരുന്നത്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശന് കാറ് കയറ്റിയില്ല എന്താണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ മകൻ്റെ വിവാഹത്തിന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പോയത് വലിയ സമ്മാനപ്പൊതികളുമായിട്ടാണ്. അങ്ങനെ പോകാൻ പറ്റുമോ? ഇങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റാൻ പാടില്ല എന്നുള്ളതാണ് ലീഗിൻ്റെ സമീപനമെങ്കിൽ, വെള്ളാപ്പള്ളിയേക്കാളും വലിയ വർഗീയത പറയുന്ന, മുസ്ലിം വിരുദ്ധത പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ മകൻ്റെ വിവാഹത്തിന് സമ്മാനപ്പൊതികളുമായിട്ട് ലീഗ് നേതാക്കന്മാർ പോകുന്നത് ശരിയാണോ? ഇവിടെ ഒരു കാര്യമുണ്ട്, ലീഗുകാർക്ക് എന്തും ചെയ്യാം. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഒരിക്കൽ കെ സുരേന്ദ്രൻ ഒരു സത്യാഗ്രഹം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ആ സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങാനീര് എടുത്തു കൊടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടുള്ള ഒരാൾ പങ്കെടുത്ത വേദിയിലാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തതും അയാളെ കെട്ടിപ്പിടിച്ചതും, ഒരു സന്യാസി. ഓർമ്മയില്ലേ? അപ്പം ഇതൊക്കെ ലീഗിന് ചെയ്യാം, ഞങ്ങളിതൊക്കെ ചെയ്തോളാം, വേറെ ആരും ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല. ഞങ്ങൾ BJP നേതാവിൻ്റെ കല്യാണത്തിന് പോയിക്കോളാം, ഞങ്ങളവരെ കയറിൽ കയറ്റിക്കോളാം, ഞങ്ങൾ വെള്ളാപ്പള്ളിയുമായിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിക്കോളാം. പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞ ഒരു മുന്നണി ഉണ്ടാക്കിയിരുന്നല്ലോ. ഇതൊന്നും വേറെ ആളുകളാരും ചെയ്യരുത്. അതാണ് ലീഗിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതിനോട് യോജിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ഈ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തരം കൈയാളുക ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, AK ബാലനെ പോലുള്ള മുതിർന്ന ആളുകളൊക്കെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ്? മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി ഹൈജാക്ക് ചെയ്തു എന്നൊരു അഭിപ്രായമുണ്ട്. അതെ, ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഉപദേശമനുസരിച്ചാണ്. റിമോട്ട് കൺട്രോൾ ജമാഅത്തിൻ്റെ അടുത്താണോ എന്ന് സംശയിക്കത്തക്ക രൂപത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരുടെയും പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് ഞാൻ അന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ അങ്ങനെ പറയില്ല എന്നാണല്ലോ ഇപ്പോൾ ലീഗ് നേതാക്കന്മാർ തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അന്നുണ്ടായിരുന്നതിൽ നിന്ന് ഭിന്നമായി ഇന്ന് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയിൽ കുറവ് വന്നിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടന എന്നുള്ള നിലയിൽ നേരത്തെ പലർക്കും പിന്തുണ കൊടുത്തിട്ടുണ്ട്. മൂല്യം നോക്കിയാണെന്ന് അവർ വോട്ട് ചെയ്തിരുന്നത്. അവരൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി, വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടി രൂപീകരിച്ച ശേഷം അവർ ഒരു ഘട്ടത്തിലും LDFുമായിട്ട് സഹകരിച്ചിട്ടില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയായി നിന്ന സന്ദർഭത്തിൽ അവർ മൂല്യം നോക്കി വോട്ട് ചെയ്തപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അവർ സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ച് അവരുടെ കടലാസിലെ ആശയങ്ങൾ പ്രയോഗതലത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ദിവസം മുതൽ, എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് അവരുടേതായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ നാൾ മുതൽ അവർ UDFിനെ പിന്തുണ കൊടുത്തിട്ടുള്ളൂ. അവർ UDFിൻ്റെ ആലയത്തിലേ നിന്നിട്ടുള്ളൂ. ഇടതുപക്ഷം ഒരു കാരണവശാലും ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് എന്നുള്ള നിലക്ക് വെൽഫെയർ പാർട്ടിയെ, ജമാഅത്തെ ഇസ്ലാമി സ്പോൺസേഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ടുള്ള സംഘടനയെ അംഗീകരിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ഇപ്പോൾ CPMൻ്റെ നേതാവിനെ യൂസുഫ് തരിഗാമിയെ കശ്മീരിൽ എതിരിട്ടത് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരുടെ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ അവർ പിന്തുണ കൊടുത്ത സ്ഥാനാർത്ഥിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള നയം എല്ലാ സംഘടനകളോടുമായി ബന്ധപ്പെട്ടുമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയോട് ബന്ധപ്പെട്ടുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ഏട്ടിലായിരുന്ന കാലത്ത് അവർ പലർക്കും പിന്തുണ കൊടുത്ത കൂട്ടത്തിൽ അത് പിന്തുണ ചോദിക്കാതെയാണ് അവർ കൊടുക്കുക. അവർ തന്നെ ഓരോ സ്ഥാനാർത്ഥിയുടെയും മൂല്യം നോക്കി ഞങ്ങൾ ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.